പ്രിയമുള്ളവരെ, വീണ്ടും ഇത്തിരി വട്ടത്തിലേക്ക് സ്വാഗതം. ഇന്നലെ ഞായറാഴ്ച എൻ്റെ സമയക്കുറവുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് വീണ്ടും ആ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതിനാദ്യമായിട്ട് ഞാൻ ക്ഷമ പറയുകയാണ്. ഇന്ന് ഞാൻ പറയുന്ന വീഡിയോ ഇതൊരു വ്യത്യസ്തമായ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അനുഭവങ്ങളിൽ നിന്നൊക്കെയാണ് ഞാൻ പലതും പറയുന്നത്. ഇനി അനുഭവങ്ങളിലേക്ക് വരും. ഇടയ്ക്കിടയ്ക്ക് കൃഷി അതിൻ്റെ പുതിയ ഫലങ്ങളൊക്കെ കാണിക്കും. എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഈശ്വരനോടുള്ള പ്രാർത്ഥന, ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയോടെ ഒരു ദിവസം ആരംഭിച്ചാൽ ഒരു കാരണവശാലും നമുക്ക് മാനസികമായ ഒരു പ്രശ്നം, സമ്മർദ്ദവും ഉണ്ടാകുവാൻ കാണുകയില്ല. കാരണം നമ്മൾ ജീവിത രഹസ്യം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയുടെ ഒരു ഫലമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള പോക്കിന് നമുക്ക് നിദാനമായിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ പറയുന്ന പാശ്ചാത്യ ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതജ്ഞനായിരുന്നു ഉഗാഡിൻ. അദ്ദേഹം തൻ്റെ വിയന്നയിലെ ഒരു വലിയ സംഗീത പരിപാടിയിൽ ലോകത്തിലെ രാഷ്ട്രത്തലവന്മാരും എല്ലാം പങ്കെടുത്തായ ഒരു വലിയ ഒരു പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ സംഗീത വിരുന്ന് വളരെ അത്യധികമായിട്ട് എല്ലാവർക്കും ആസ്വദിക്കുവാനായിട്ട് കഴിഞ്ഞു. വളരെ ഹൃദ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഗീത പരിപാടി. അത് കഴിഞ്ഞപ്പോൾ ഈ രാഷ്ട്രത്തലവന്മാരും അവരുടെ അനുയായികളുമൊക്കെ ഇദ്ദേഹത്തെ പേഴ്സണലായിട്ട് കണ്ടതിൻ്റെ വിജയരഹസ്യത്തെപ്പറ്റി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഈ വിജയത്തിൻ്റെ രഹസ്യം, ഈ മനോഹരമായ ഈ പ്രോഗ്രാമിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൽ ഞാനൊരു പ്രാർത്ഥനാ മുറി ഒരുക്കിയിട്ടുണ്ട്. ആ പ്രാർത്ഥനാ മുറിയിൽ ഞാനൊരു പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പ് ആ പ്രാർത്ഥനാ മുറിയിൽ കയറി അല്പനേരം ഞാൻ ഈശ്വരനുമായിട്ട്, ദൈവവുമായിട്ട് അല്പനേരം സംസാരിക്കും. എൻ്റെ ഹൃദയ കമ്പികളെ ഞാനിവിടെ മുറുക്കും. അവിടുന്ന് ഞാൻ ദൈവവുമായിട്ട്, ഈശ്വരനുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ എവിടെയും ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുവാനായിട്ട് പോകുന്നത്. അതെനിക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ എൻ്റെ പ്രോഗ്രാം എനിക്ക് അവസാനിപ്പിക്കുവാനായിട്ട് കഴിയും. അതായിരിക്കാം ഒരുപക്ഷെ എൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ വിജയമെന്നാണ് ഞാൻ കരുതുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയിൽ അസാധ്യമായതൊന്നുമില്ല. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് വിജയം ലഭിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഒരു ചെടി നട്ടാലും അത് പ്രാർത്ഥനയോടെ, അത് നമ്മൾ സമർപ്പണത്തോടെ ആ ചെടി നട്ടാൽ അത് തീർച്ചയായിട്ടും അത് വളർന്നു വരും. ഫലം കായ്ക്കുന്നതാണെങ്കിൽ അതിനകത്ത് ഫലം തരും. അതല്ല പൂവാണെങ്കിൽ അത് നമുക്ക് രാവിലെ അത് സന്തോഷം തരുന്നതാണ്. വിവിധമായ കാര്യങ്ങളൊക്കെ നമുക്ക്